നമ്മളിപ്പോൾ വന്നത് പ്രഷർക്ക് കാണാം. നല്ല പൊരിച്ച നെയ്യപ്പൊക്കെയുണ്ട്. ഇതാരുടെ കടയാണെന്ന് മനസ്സിലായോ? ഈ കട ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ബഷീറിക്കയുടെ കടയാണ്. നമ്മുടെ സ്വന്തം ബഷീറിക്ക, ചുരുൾമലയിലെ ബഷീറിക്കയുണ്ട്. ബഷീറിക്ക തിരക്കിലാണ്. ബഷീറിക്ക അവിടെയായിരുന്നു ബഷീറിക്കയ്ക്ക് നമ്മൾ സൗകര്യം ഒരുക്കി കൊടുത്തത്. ബഷീറിക്ക ഇവിടെ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ എത്ര നാളായി? 4 മാസമായി. 4 മാസമായി. ഇങ്ങോട്ട് മാറിയിട്ട് വല്ല മാറ്റം ഉണ്ടോ? മാറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടം ഇവിടെ ഉണ്ടായിരുന്നു. തുറന്നപാടി വേലിപ്പാലം വരെ വിട്ടപ്പോൾ ഇപ്പോൾ ആരെയും വിടുന്നില്ല. അതുകൊണ്ട് കച്ചവടം ഒരു 1.5 മാസമായിട്ട് വളരെ മോശം കച്ചവടം. 1.5 മാസമായിട്ട് ഇപ്പോൾ ബഷീറിക്കയ്ക്ക് കച്ചവടം കുറവാണ്. ഇത് ബഷീറിക്കയുടെ കാര്യം മാത്രമല്ല, ചൂരൽമലയിലുള്ള മുഴുവൻ ആളുകളുടെയും അവസ്ഥ അതാണ്. ബഷീറിക്കയ്ക്ക് അന്ന് ബഷീറിക്കയുടെ കട കാണുന്ന സമയത്ത് ബഷീറിക്കയുടെ കടയുടെ മുന്നിലിരുന്നാണ് ചൂരൽമലയിലെ നാട്ടുകാർ രാഷ്ട്രീയം പറഞ്ഞത്, അവിടെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള അവിടെയുള്ള ആൾക്കാർ പറഞ്ഞാണ് നമ്മൾ ബഷീറിക്കയെക്കുറിച്ച് അറിയുന്നത്. ഇന്നിപ്പോൾ ബഷീറിക്കയ്ക്ക് സ്വന്തമായിട്ട് ചായക്കടയായി. ബഷീറിക്ക വർത്തമാനമൊക്കെ പറയാൻ ആൾക്കാർ വൈകുന്നേരം വരാറുണ്ടോ? വൈകുന്നേരം ആൾ വളരെ കുറവാണ്. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരുന്നതായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ഒന്നും തീരെ ആളില്ല. ഇവിടുത്തെ ആൾക്കാർ തീരെ ഇല്ല. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവർ പിന്നെ വളരെ കുറവാണ്. ഇപ്പോൾ അങ്ങോട്ട് ആരും വിടാത്തതിനെ കൊണ്ടാണ് ആളില്ലാത്തത്. പണ്ട് നമ്മൾ പറയാറുണ്ട്, കോഫി ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാപ്പിയും ഒരു വടയും കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റും കഴിച്ചിട്ട് മണിക്കൂറുകളോളം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം എന്ന് പറയും. മറ്റ് സാമൂഹിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതേപോലെ ചൂരൽമലയുടെ കോഫി ഹൗസ് ആയിരുന്നു നമ്മുടെ ബഷീറിക്കയുടെ പരിപ്പോടെയും കട്ടൻ ചായയും നല്ല ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അന്ന് വരുമായിരുന്നു. ആ കട പൂർണ്ണമായിട്ടും പോയി. അതിനുശേഷം നമ്മൾ ഇടപെട്ട് നമ്മളുടെ ഒരു പ്രേക്ഷകൻ അമേരിക്കയിൽ നിന്നാണ് VS രഞ്ജിത്ത് വഴി ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു കടയിലേക്ക് ബഷീറിക്ക മാറിയിട്ടുണ്ട്. അതേ സംവിധാനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. സന്തോഷമായുള്ളൊരു കാര്യമാണ്. പക്ഷെ പരിപ്പോട ഇല്ലല്ലോ. ടൈമായില്ല, ഉച്ച കഴിഞ്ഞാലേ ഉണ്ടാവും. ഞങ്ങൾ പരിപ്പോട കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പരിപ്പോടയ്ക്ക് പകരം ഇത് ഉച്ച കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. ഇന്ന് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസമായിട്ട് ഒരു ദിവസം തന്നെ ആളുകൂടെ. അല്ല, ആള് വളരെ മോശമാണ്. വളരെ കച്ചവടമൊക്കെ വളരെ മോശമാണ്. നമുക്ക് മേപ്പാടിയിലോട്ട് മാറിയാലോ? മേപ്പാടിയിൽ മാറിയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മളെ സമയമൊക്കെ കഴിഞ്ഞു വരും. ഇവിടെ തന്നെ എങ്ങനെയും പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. ഇവിടെയുള്ള ഇതുവരെ കിട്ടിയ പൈസയും പിന്നെ മരിയൊക്കെയുള്ള സ്വർണ്ണവും അതൊക്കെ പണം വെച്ചിട്ടാണ് ഈ കടയൊക്കെ അങ്ങനെ തന്നെ എടുത്ത്. ഇത് മൊത്തം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ 7 ലക്ഷം റുപ്യ ചിലവായിരുന്നു. 7 ലക്ഷം. അതിൻ്റെ പുറമെ 2 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കട സെറ്റ് ചെയ്യുന്നത്. പക്ഷേ സെറ്റ് ചെയ്തപ്പോൾ ഒരു 2 മാസമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതൊരു കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കച്ചവടം വളരെ മോശമാണ്. ഇപ്പോൾ ഇത് ഇന്നലെ വരെ കച്ചവടം മോശമാണ്. ഇന്നൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതല്ലാതെ വളരെ മോശം കച്ചവടം. അതാണ് ആ സാധനമാണ് ഈ സാധനം. അമേരിക്കയിൽ ഇരുന്ന് നമ്മുടെ സുഹൃത്ത് കാണുന്നുണ്ടാവും. അത് ബഷീർക്ക് കൈവിട്ടിട്ടില്ല. ഇത് ഞാൻ വിട്ടൂല. അത് നമ്മൾ മരണം വരെ ഇവിടെ ഉണ്ടാവും.